മോനാ, എന്റെ മോന്. കൊള്ളാവോ? അടിപൊളി. പേര് പുണ്യമനസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ ഇങ്ങനെ ഒരു പേരിട്ടെന്ന്. ഈ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കരഞ്ഞു വിളിച്ചല്ലേ വരുന്നത്. പക്ഷെ എന്റെ കുഞ്ഞ് അങ്ങനല്ലായിരുന്നു. ജയിച്ചു വന്നാല് MLA പോലെ കൈകൂപ്പി തലയ്ക്ക് ചുറ്റി ഒരു ദിവ്യ പ്രഭയോടെ ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ടാ വന്നത്. അന്നേ ഡോക്ടർ പറഞ്ഞു ഇവനൊരു നല്ല മനസ്സായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അവന് പുണ്യമനസ്സെന്ന് പേരിട്ടു. ഭയങ്കര കാര്യമോ എന്നെ. എനിക്ക് തിരിച്ച് അങ്ങനെ തന്നെ. ഇവനെ ഓർമ്മ വെക്കുന്ന കാലം വരെ ഞാൻ അവനെ കുങ്കുമപ്പൂ പാലിലിട്ട് കൊടുക്കുമായിരുന്നു. ഓർമ്മ വെച്ചപ്പോ അതങ്ങ് നിർത്തി. കാരണം അവന് മനസ്സിലായി അത് കുങ്കുമപ്പൂ അല്ല തെറ്റിപ്പോവാ. എന്റെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ കൊടുത്തുപോയി. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിന് സാധിച്ചു കൊടുക്കും. എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ക്രിക്കറ്റ് കോച്ചിന് കൊണ്ടുവിടാവോന്ന്. ഞാൻ കൊണ്ടുവിട്ടു. അവൻ ആ ബാറ്റ് എടുത്ത് ബോളിൽ തട്ടിപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്രിക്കറ്റ് മാത്രമല്ല വള്ളത്തോ ഞാനും അറിയാവുന്ന. അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ഒരു കുഞ്ഞ് എന്റേത്. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഉറക്കം മാത്രമാണ്. എന്താണെന്നറിയാവോ? പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും ഇല്ലാതെ പഠിത്തം ഭയങ്കര പഠിത്തം. പിന്നെ അങ്ങനാണല്ലോ, വിദ്യാധന സർവേക്കല്ലിൽ പ്രധാനമെന്നാണല്ലോ. അതുകൊണ്ട് ഞാനും അതങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിടും. അയ്യ എന്റെ തക്കരമുത്ത്. അമ്മേ, എന്താ പൊന്നെ? എന്താ ചക്കരെ? എന്താ പൊന്നെ? എന്താ തത്തമ്മ ചുണ്ട്? എന്താ കണ്ണ്? എന്താ വാവേ? എന്തിനാ അമ്മയെ വിളിച്ചത്? പറ പൊന്നെ. സന്തോഷത്തോടെ വന്ന് എന്നെ പെട്ടെന്ന് നെഗറ്റീവ് ആക്കി കളഞ്ഞല്ലോ. അയ്യോ, അമ്മ സന്തോഷം കൊണ്ട് പറഞ്ഞല്ലേ. എന്തിനാ മക്കൾ എന്നെ വിളിച്ചത്? അമ്മ എവിടെ നിൽക്കുന്നത്? അമ്മ പൊന്നിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. അമ്മേനെ കണ്ടിട്ട് വേണം എനിക്കിന്ന് കണ്ണു തുറക്കാൻ. അതെന്താ? ഇന്ന് മദേഴ്സ് ഡേ അല്ലേ? ലോകമാകുന്ന എന്റെ അമ്മയെ കണ്ടിട്ട് വേണം എനിക്ക് ഇന്നത്തെ മദേഴ്സ് ഡേ ആഘോഷിക്കാൻ. എനിക്ക് മതിയായി മോനെ. മോനെ എപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. മോനിങ്ങി വന്നേ. എന്താ? അപ്പുറത്തെ സിന്ധു എന്നെ വിളിച്ചു പറഞ്ഞു, നീ അവിടെ ആ കൊച്ചിനോട് മിണ്ടുന്നില്ല, അഞ്ജലിയോട് മിണ്ടുന്നില്ല. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ സിന്ധു? നീ അപ്പൊ അവളോട് സംസാരിക്കണം. ട്യൂഷന് പോകുമ്പോ അവളെ കൂട്ടിക്കൊണ്ട് പോകണം. നീ ഫോണിൽ വിളിച്ച് അവളോടൊന്ന് സംസാരിക്കുമ്പോഴേ. ഞാൻ സംസാരിക്കില്ല. അതെന്താ? എന്റെ ഫോണിൽ എന്റെ അമ്മ മാത്രം മതി, സ്ത്രീ ആയിട്ട്. എനിക്ക് വയ്യ. മോന്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ ചാർങ്ങക്കാവില് 101 വിളക്ക് നേർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ പോയി കത്തിക്കണേ. ഞാൻ വരത്തില്ല അമ്മ. അതെന്താ? ഞാൻ എന്റെ അമ്മയുടെ ചുറ്റും 1001 വിളക്ക് കത്തിക്കും. അമ്മയാണ് എന്റെ ദൈവം. എന്റെ ചക്കരമുത്ത്. ഇനി അമ്മ പോയി വല്ലതും കഴിക്കട്ടെ. അതിന് ഇവിടെ നിൽക്കാത്തെ? എനിക്ക് വയ്യ, ഇനി സ്റ്റെപ്പ് ഇടാനുള്ളൂ. സ്റ്റാമിന എനിക്കില്ല. അമ്മ എന്താ? അനങ്ങല്ലേ? എന്താ? അവിടെ തന്നെ നിൽക്കി. മീമുള്ളു ഇതെന്റെ അമ്മയുടെ കാലിൽ കുത്തിക്കാറണ്ട. സ്റ്റാമിന ഇല്ലെന്ന് പറഞ്ഞാലും ഇച്ചേർക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ അമ്മയെ ജീവിച്ചു പോകാൻ എന്നൊക്കെ പാടുപെടണം. ആ മാളുവിനെ ഒന്ന് വിളിക്കാം. മാളുവേ. ഹലോ, ഞാൻ പുണ്യനായിരുന്നേ. പറ പുണ്യ. എടി എന്നാന്നറിയില്ല, നമ്മുടെ കോളേജ് കഴിഞ്ഞപ്പോ മുതൽ ഭയങ്കര ഒറ്റപ്പെടല്. അയ്യോ, അതെന്താ? ഒറ്റക്കിരുന്ന ഒറ്റപ്പെടല്, കൂട്ടത്തിലിരുന്ന ഒറ്റപ്പെടല്, ഒറ്റപ്പാലത്ത് പോയിട്ടും ഒറ്റപ്പെടല്. ഭയങ്കര ഒറ്റപ്പെടലാടി. എന്റെ ജീവിതം ഉണ്ടല്ലോ മയോണൈസ് ഇല്ലാത്ത മന്തി പോലെ, റീൽസ് ഇല്ലാത്ത ഇൻസ്റ്റഗ്രാം പോലെ, ഡേറ്റ ഇല്ലാത്ത ഫോൺ പോലെ ആയിടി. ഈ അവസ്ഥ മാറാൻ നമുക്ക് രണ്ടുപേർക്കും കൂടി കൊടൈക്കനാൽ ഒരു ടൂർ പോയാലോ? കൊച്ചിയർക്ക, നിന്റെ ചാട്ടം അങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ചോറ് തന്നെ ഉണ്ണുന്ന കേട്ടോ. ഇതിങ്ങനെ ചോറ് മാത്രമായിട്ടുണ്ട്, കുറച്ച് കറിയും കൂടി അങ്ങ് തിന്നാൻ പാടില്ലായിരുന്നു. എടാ, അതാണോ പറഞ്ഞത്? എടാ, നിന്റെ ചാട്ടം അങ്ങോട്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മുടെ കോളേജിൽ ഏറ്റവും വലിയ വൃത്തിയോട്ടവനാ നീ. ഞാനും ചോറ് തന്നെ ഉണ്ണുന്നെന്ന് വെറുതെ പറഞ്ഞല്ല, അങ്ങ് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നാലും ഞാനും അത് തന്നെ ഉണ്ണുന്നു. വെച്ചിട്ട് പോടാ വൃത്തിയോട്ടവനെ. ഇമേജ് പുറത്ത് ഭയങ്കര മോശം. കുഴപ്പമില്ല, സ്റ്റെല്ലയ്ക്ക് മെസ്സേജ് അയക്കാം. അയ്യോ, നല്ല ഫോട്ടോ. എന്തോ അത്? ബീറ്റ് ബോക്സ് മിമിക്രി പഠിക്കുക. സകല കലാവല്ലഭനേ. എനിക്ക് വയ്യ എന്റെ പൊന്നു മോനെ, നിന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. മാമൻ പറഞ്ഞു അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന്. എന്തിനായിരുന്നു? നിന്റെ കൂട്ടുകാരനല്ലടാ അനൂപ്. അവൻ എന്തോ കുടിയാടാ. ഭയങ്കര മദ്യപാനം. നിന്റെ കൂട്ടുകാരനാണേ. നീ ഉപദേശിക്കണം അവനെ, ഇനി മേലാ കുടിക്കരുതെന്ന് എന്റെ പൊന്നുമോൻ പറയണം. അവന് ഉപദേശിക്കാനുള്ള ക്വാളിറ്റി എനിക്കുണ്ടോ അമ്മ? എന്താ മോനെ? ഈ മദ്യത്തിന്റെ കളർ എന്താ? എന്താന്ന് എനിക്കറിയത്തില്ല അമ്മ. ഈ ലോകത്തുള്ള മോശം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല.
എന്റെ മക്കൾ പോയിരുന്നു പഠിക്കും. ആ. പോയിരുന്നു പഠിക്കും. ശരി കേട്ടോ. പോയിരുന്നു. ആരാ? സ്റ്റെല്ല. സ്റ്റെല്ല. ഇതിനെ എവിടെയോ ഇങ്ങോട്ടൊന്ന് തിരിച്ചേ, ഇങ്ങോട്ടൊന്ന് തിരിച്ചേ, അങ്ങോട്ടൊന്ന് തിരിച്ചേ. ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. ഇനി തിരിയാൻ പറയരുത്, കഷ്ടമുണ്ട്. ചെമ്പകമംഗലം. എന്റെ നാട്. തോന്നക്കൽ ഹൈസ്കൂളിൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. പോയി പഠിച്ചില്ല. പേര് വീണ KR. അതെ അതെ അതെ. അങ്ങോട്ടും തിരിഞ്ഞേ, ഇങ്ങോട്ടും തിരിഞ്ഞേ. എനിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആക്കാം, കാരണം എനിക്ക് ഇയർ ബാലൻസിന് കുഴപ്പമില്ല. മുടിയോർക്കോണം. എന്റെ സ്ഥലം തോന്നല്ലൂർ സ്കൂളിൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. നിന്നെ പോലെ തന്നെ പോയതേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. സെയിം ബീച്ച്. ഒന്നായി പഠിച്ചവരല്ലേ, രണ്ടായി പഠിച്ചവരല്ലേ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു? ഈ തൊട്ടേക്കുന്നത് കണ്ടോ? തെറ്റിയടിച്ച് വീണിട്ട് ചോര പറ്റിയേക്കുന്നതല്ല, സിന്ദൂരം സിന്ദൂരം സിന്ദൂരം. നിന്റെ കല്യാണം കഴിഞ്ഞു 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 കഴിഞ്ഞു. അതെങ്ങനെ മനസ്സിലായി? അത് ഞാൻ കേട്ടു. അയ്യോ, ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞതാ. എന്തായാലും ക്ഷീണിച്ച് വന്നില്ലേ? നിന്നെ ഞാനിപ്പോ എവിടെ വന്ന് ഇരുത്തുന്നത്? അതിന്റെ മടക്കി അവിടോട്ട് ഇരുന്നാലോ? എന്താ മുറത്തേക്ക് കയറി ഇരുന്നാലോ? അയ്യോ, എവിടെങ്കിലും ഇരിക്കണേ. അലഞ്ഞു വന്നപ്പോ ഇത്രയും ക്ഷീണമില്ലായിരുന്നു. എന്തോന്ന് വലിയ ഇത്. പിന്നെ ഭർത്താവുണ്ടോ? ഭർത്താവുണ്ട്, മക്കള്? ഒരു മോനുണ്ട്. എന്തായാലും സൗഹൃദം കാത്തു സൂക്ഷിച്ച് അതിന്റെ വില മനസ്സിലാക്കി നീ ഇവിടെ വന്നല്ലോ. പിന്നെ സൗഹൃദത്തിന്റെ തേങ്ങ കൊല്ല, ഞാൻ അതിനൊന്നും വന്നതല്ല. എന്താ ഇവിടെ ഇവിടെ ഞാന് ഇവിടെ ഇവിടെ എന്തോ ഈ വേണു VR. വേണു VR എന്റെ ചേട്ടൻ, എന്റെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡ്. നിന്റെ കെട്ടിയവൻ. അപ്പൊ എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിനെയാണോ ഞാൻ 6 മാസമായിട്ട് പ്രേമിച്ചോണ്ടിരുന്നത്? അവളോടത്ത് ഞാൻ എങ്ങനെ പറയും? അയ്യോ, പക്ഷെ അവ എന്റെ അടുത്ത് പറഞ്ഞതെന്തോ, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല. ഇത് എവളോട് ഞാൻ എങ്ങനെ പറയും? ഇവളോട് ഞാൻ എങ്ങനെ പറയും? ഇവളോട് കാര്യം പറയും. അത് പിന്നെ ഞാനൊരു കാര്യം പറയുമ്പോ നീ തകരരുത്. എന്താ? പതറരുത്, പതറത്തില്ല, തളരരുത്. ഇല്ല. ഒരു കൂട്ടുകാരിയോട് ഒരിക്കലും പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അങ്ങനെ പറ. നീ പറ, എന്താ കാര്യം എന്തോന്ന് പറ. ഞാൻ എങ്ങനെ പറയും നിന്റെ അടുത്ത്? നിന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നിന്റെ അടുത്ത് ഒരു കൂട്ടുകാരിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ട് പറയത്തില്ല. കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഞാൻ പറയത്തില്ല. പറയടി. നിന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്തോ ഇഷ്ടത്തിലാണ്? എന്റെ വേണുചേട്ടന് നീയും കൂടി ഇഷ്ടത്തിലാണ്. എന്റെ തെറ്റല്ല. എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. നിന്റെ ചേട്ടൻ അങ്ങനെ എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. കേക്കണം, മര്യാദക്ക് ഞാൻ താമസിക്കായിരുന്നു. ഞാൻ മര്യാദക്ക് ഒരു ദിവസം രാത്രി ഞാൻ കിടന്നപ്പോ എന്റെ മൊബൈലില് ലവിന്റെ ഒരു ബ്ലിം, ഞാൻ തിരിച്ച് 2 ലവിന്റെ ബ്ലിം അങ്ങോട്ട് അയച്ചു. അപ്പൊ അവളെ ഭർത്താവ് അവിടുത്തെ ബ്ലിങ്കോ ബ്ലങ്കോ 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 പ്ലങ്ങിന്റെ ഘോഷയാത്രയായിരുന്നു. ചുമ്മാതല്ല, എന്റെ ബ്ലിങ്ങിനൊരു വിലയില്ലാത്തത്. ഞാൻ എന്തുമാത്രം ബ്ലിങ് ആയ അയച്ചു കൊടുക്കുമായിരുന്നു. എന്നാലും ഞാൻ വിശ്വസിക്കത്തില്ല. പറ്റൂ. ഇല്ല. നിന്റെ ഭർത്താവ് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എനിക്ക് ഒരുപാട് പൈസ തന്നു. മെനിഞ്ഞാന്ന് തന്നെ എനിക്ക് എണ്ണ അടിക്കാൻ 2000 രൂപ തന്നത്. എന്നെ അടിക്കാൻ 2000 രൂപയോ? ഞാൻ പൈസ വെച്ച് അയാൾ എന്നെ അടിക്കും. ഇപ്പൊ ഇങ്ങനെ കരയരുത്, കരയരുതെന്ന്. അങ്ങനെ കരയരുതെന്ന്, അങ്ങനെ കരയരുത്. ആകെ 2 കരച്ചിൽ അറിയത്തുള്ളൂ. നിനക്ക് വേണ്ടി 4 മോഡുലേഷൻ കരഞ്ഞു. എങ്ങനെ കരയും ഞാൻ? ഞാൻ എങ്ങനെ പറയും? നിന്റെ ഭർത്താവ് തന്നെയാ? ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങ് ഗൾഫിൽ ഇരിക്കുന്ന ആള് നിനക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള വഴി കാണിച്ചു തന്നത്? ഞാൻ റൂട്ട് മാപ്പ് നോക്കിയാ വന്നത്. റൂട്ട് മാപ്പോ? ലൊക്കേഷൻ നോക്കി. ലൊക്കേഷനോ? ഈ ഇതിനെക്കാട്ടി നല്ല ലൊക്കേഷൻ പാലക്കാട് ഒറ്റപ്പാലത്തോ കാണും. അവിടെ പോയി നോക്ക്. അതല്ലെന്ന്, നിന്റെ ഭർത്താവ് തന്നെയാണ് ആള്. നിന്റെ ഭർത്താവ് തന്നെയാണ്. എടീ, ലൊക്കേഷൻ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നിന്നെ തെറ്റിച്ചതായിരിക്കും, നിന്നെ വഴി തെറ്റിച്ചതായിരിക്കും. എന്നെ വഴി തെറ്റിക്കാൻ ഒരു ഗൂഗിൾ മാപ്പിനും പറ്റില്ല. എനിക്ക് വഴി തെറ്റാൻ സ്വന്തമായിട്ട് അറിയാം. ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ വഴക്കെടുക്കും. എന്റെ പുണ്യ മനസ്സിൽ അറിഞ്ഞാലുണ്ടല്ലോ. അയ്യോ, സ്വന്തമായിട്ട് പുകഴ്ത്തുന്നു. എന്റെ കാര്യമല്ലോ പറഞ്ഞു. എന്റെ മോന് പുണ്യ മനസ്സിൽ അറിയട്ടെ, അവന്റെ മകനും അറിയട്ടെ, നാട്ടുകാരും അറിയട്ടെ. നാട്ടുകാരെ, ഈ വീട്ടിലെ വേണു എന്നെ പ്രേമിക്കുന്നു, എനിക്കുള്ള പാരിതോഷികം തരണം. എന്റെ മാനം പോയിരിക്കാണ്. കിട്ടാതെ ഞാൻ പോകത്തില്ല, കിട്ടാതെ പോകത്തില്ല. നാട്ടുകാരറിയട്ടെ, നാട്ടുകാരറിയട്ടെ,
നാട്ടുകാരറിയട്ടെ. എന്തൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞു. ഇത് എന്താ ചെയ്യാ? ആരാമ്മ വീണ് മരിച്ചത്? വീട് മരിച്ചെന്നല്ല പറഞ്ഞത്. നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഭയങ്കര ഒച്ചയും ബഹളവും അകത്തിരുന്നിട്ടൊക്കെ ഒന്നും ഭയങ്കര നീ ഒന്നും കേക്കണ്ട. ചെവുപത്ത് നീ ഒന്നും കാണണ്ട. നീ ഒന്നും കണ്ട കണ്ണടക്ക്. കാര്യമല്ലെന്ന് മനസ്സിലായില്ല. എന്തോ ഒരു ലീക്കിംഗ് ഉണ്ടല്ലോ. വായടക്ക് മിണ്ടരുത് നീ ഇവിടെ. അത് കണ്ടോ? അത് കണ്ടോ? ധാര നനങ്ങ കാച്ചിൽ ഇവിടെ കൊണ്ടുവച്ചത് അത് കണ്ടോ? ആരത്? നിന്നോട് ഞാൻ എങ്ങനെ പറയും? ഒരു സ്വന്തം മോനോട് നോക്കിയ മുഖത്ത് നോക്കി അമ്മ എങ്ങനെ പറയും? എടാ നിന്റെ തന്തപ്പടി ഇല്ലയോ? തന്തപ്പടി ചാറ്റ് ചെയ്ത് വളച്ചു കൊണ്ടുവന്നതുകൊണ്ടായിരിക്കും. അയ്യോ ഇവിടെ മനുഷ്യൻ തകർന്ന് നിൽക്കുന്ന സമയത്ത് അവൻ പാരിതോഷികമായിട്ട് പദവി കൊടുക്കുന്ന അങ്ങനൊന്നും ചെയ്യല്ലേ. എനിക്ക് താങ്ങുന്നില്ല. വിഷമിക്കരുത്. എന്റെ അമ്മയുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ പതിക്കരുത്. ഞാൻ പോയി ചോദിക്കാം. അമ്മേ, ഇന്ന് ഈ പുണ്യ മനസ്സിന് അമ്മ വേറൊരു രീതിയിൽ കാണും. എന്റെ ദേഷ്യം അമ്മ കാണും. അമ്മ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യ്. കേൾക്കുന്നുണ്ടോ? ഇത്രയും കേൾക്കത്തുണ്ടോ? അതൊക്കെ എനിക്കും കേൾക്കത്തുണ്ട്. അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വീട്ടിലെ ആണുങ്ങളോട് വേണം വന്ന് സംസാരിക്കാൻ. ഇപ്പൊ ആണുങ്ങളെ വിളിച്ചോണ്ട് പാടാ. അത് പറയണ്ടേ? അതെ, ഞാനല്ല അവിടെ. ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. പുണ്യ മനസ്സ്. എന്റെ ഇത്തിരി ചീത്ത മനസ്സാ. നീ എന്റെ ബാക്കി പോ. എന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് ഈ ഭൂമി ഇരുട്ടാകും. എന്റെ അമ്മയുടെ മനസ്സ് തകർന്ന് ഈ ഭൂമി രണ്ടായി പുളരും. എന്റെ അമ്മ വേദനിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും. നീ പോടാ അല്ലു അർജുന്റെ മോനെ. നീ നിന്റെ കാര്യം ഉച്ചിച്ച് വിടുന്നു. മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? I pity you. You dirty game was playing in my home. Me and my mama was alone in my house. My papa is 6 years in Dubai. And you tell you are in a relationship that is uncontrollably and I will not avoid in my house. Get out, I say. Your father is Venu is a love. Oh, husband Venu is a love. I want to like the frame. I was told the frame. I will time. I will got time in the frame. The business like that me over the step in the way. ഇതെന്റെ കയ്യിൽ നിൽക്കണ കേസല്ല. അച്ഛനെ വിളിക്കാം. ഏത് ഭാഷ ഇവര് ഈ പറയണെന്ന് പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യ്. നീ അച്ഛനെ വിളിക്ക. എനിക്ക് പറ്റത്തില്ല അയാളോട് സംസാരിക്കാൻ. അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വിളിക്കണോ? നീ ഒന്ന് വിളിക്ക. സത്യാവസ്ഥ അറിയണ്ട. നീ വിളിക്ക. നീ ഹലോ അച്ഛാ. എന്താ മോനെ? അച്ഛനൊരു സ്റ്റെല്ലേനെ അറിയോ? ഏത് സ്റ്റെല്ല? ആ ടോണി തന്നെ ഉണ്ട്. അയാൾക്കറിയാം. ആ ടോണി തന്നെ ഉണ്ട്. അയാൾക്കറിയാം. പഠിപ്പിക്കല്ലേ ചോദിക്കട്ടെ. അച്ഛാ, അച്ഛനൊരു സ്റ്റെല്ലേനെ അറിയാന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഒരു സ്റ്റെല്ലേ അറിയില്ല. ഞാൻ നിരപരാധിയാണ്. ദിസ് ഈസ് ഇൻകറേജബിൾ. അച്ഛാ, അതും കട്ടി. എന്റെ അച്ഛനെ നിങ്ങളെ അറിയില്ലെന്നാ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ പോകത്തില്ലെന്ന്. നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരണം. ഞാൻ പോകത്തില്ല. അമ്മ അച്ഛനൊന്നും അറിയത്തില്ല. ഇവരോട് വിളിക്കാൻ പറയാം. ഇത്ര നേരം എനിക്ക് വേണ്ടി സംസാരിച്ചില്ല. ഈ കുടുംബത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് ഞാൻ ഇല്ല. പൊന്നെ മോൻ കറക്റ്റാ. നീ കുറെ നേരമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതെന്ന് പറയുന്നുണ്ടല്ലോ. നീ ആ നമ്പർ ഒന്ന് കാണിച്ചേ. ഇല്ല, നീ ആ നമ്പർ ഒന്ന് വിളിച്ചേ. അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. എന്താ? സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ചൊരു ഭർത്താവ് അന്യ പെണ്ണിനോട് സംസാരിക്കോ? എടുക്കത്തില്ല. ഫോൺ ഇതിൽ തന്നെ ഇല്ലേ കള്ളത്തരം? ഇവൾ നമ്മുടെ അച്ഛനൊന്നും അല്ലത്. എടുക്കത്തില്ല. തെറ്റാണത്. തെറ്റല്ലേ? വിളിക്ക് നീ. ഫോൺ എടുക്കുന്നടാ. നിന്റെ ഫോൺ അടിക്കുന്ന. ഹലോ വേണുവേട്ടാ. ഇവിടെ ഭയങ്കര പ്രശ്നം. ഞാൻ വേണുവേട്ടന്റെ വീട്ടിൽ നിൽക്കുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നം. വേണുവേട്ടാ, ഇവിടെ ഭയങ്കര പ്രശ്നം. നിങ്ങളുടെ മോനും വൈഫും കൂടി ഭയങ്കര പ്രശ്നം. വേണുവേട്ടാ. എന്താ? എന്താ? ഉമ്മ കൊടുത്തപ്പോ ലൊക്കേഷൻ അറിയാതെ കയറി. നിന്നെ അതല്ലോടെ ഇത്രയും നാള് ഞാൻ പിഞ്ചു കുഞ്ഞ് എഴിഞ്ഞു പോകുന്ന പാമ്പിനെയും പല്ലിയും തിരിച്ചറിയത്തില്ല. തലേ വെച്ച പേന അങ്ങനെയല്ലയോ? തലേ വെച്ച ഉറുമ്പരിക്കും, തലേ വെച്ച പേനരിക്കും. പുണ്യമനസ്സല്ല നീ, വല്ലാത്ത മനസ്സ നീ. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് നീ വളർന്നു പോയത്? ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഇത്രയും നിന്നെ കണ്ടി ഡബിൾ ഇരട്ടി പ്രായമുള്ള ഒരു പെണ്ണുമ്പിള്ള ചാറ്റ് ചെയ്ത്. അമ്മായി, നിങ്ങൾ എന്നോട് ഉണ്ടാക്കിയാ പറഞ്ഞേ ഇവർക്ക് 20 വയസ്സുള്ളെന്ന് അമ്മ പറഞ്ഞത്. എന്നിട്ട് വേറെ ഏതാ ഫോട്ടോ അയച്ചെന്ന്. അതല്ലേ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവാത്തത്. അതെന്റെ അനിയത്തിലെ കൊച്ചിന്റെ ഫോട്ടോടാ. എന്നെ 6 മാസമായിട്ട് പറ്റിച്ചത് ഈ 5 രൂപയ്ക്കുള്ള ചെറുകടിയായിരുന്നു. പാവം പിടിച്ച് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന അങ്ങേരുടെ ഫോട്ടോ എന്തിനാടാ നീ DP ആക്കി ഇവളോട് ചാറ്റ് ചെയ്തത്? എന്തെങ്കിലും പോലീസ് കേസ് വരുവാണെങ്കിൽ ഗൾഫിലായിട്ട് പൊക്കോട്ടെ.
പിന്നെ എനിക്ക് അതല്ല നാണം. വെറും 10-15 വയസ്സുള്ള ഒരു പയ്യനെ പ്രേമിച്ചെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? അയ്യോ, അത് ഭയങ്കര- എനിക്കിനി ജീവിക്കണ്ട. ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ തീരും. ഇതോടുകൂടി തീരട്ടെ. ഞാൻ എവിടെ പോയി ചാകും? കുളത്തിൽ ചാടി മാറിക്കും. കുളത്തിൽ എനിക്ക് ജീവിക്കണ്ട. എനിക്ക് വേറെ എവിടെയും പോണ്ട. റെയിൽവേ പാളം ഞാൻ തല വെച്ച് മരിക്കും. ഞാൻ മരിക്കും. അത് റെയിൽവേ പാളമല്ല, ഏണി ചാരി വെച്ചേക്കുന്നു. പഠിക്കാൻ സമ്മതിക്കത്തില്ല. നാണക്കേട് കുത്തി ചെറുക്കുന്ന എന്റെ പൊന്നുമേരി, സുഹൃത്തുക്കളല്ലോടി ക്ഷമിക്കണി. ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിന്റെ ഒരു ഇവിടെ കുഞ്ഞിനെ അല്ലടി വളർത്തിയത്, കോഴി കുഞ്ഞിനെയാണ് നീ നീ ആരോടും ചെന്ന് പറയല്ലേ പൊന്നുമോളെ. പിന്നെ നീ ഇവനെ എങ്ങനെയാടി വളർത്തിയത്? സ്നേഹം, വാത്സല്യ, കരുണ, പിന്നെ എന്തെല്ലാം ഒക്കെ കൊടുത്ത് ഞാൻ വളർത്തിയടി. പക്ഷെ നീ ഒരു സാധനം മാത്രം അവന് കൊടുത്തില്ല. എന്താ മോനെ? എന്നാ ആന്റി? ഇനി ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്. 6 മാസം വെറുതെ കളഞ്ഞിരിക്കണേ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അമ്മയുടെ പുണ്യം മനസ്സ് ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ലല്ലോ. പ്രണയം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനതിന് മെസ്സേജ് അയച്ചത്. ഞാൻ അറിഞ്ഞു ഇവർക്ക് ഇത്രയും പ്രായമുണ്ട് ഇവിടെ എന്നെന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു? ഞാനൊരു മനുഷ്യനല്ല.